തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകൾ തിരുത്തുക, വാർഷിക പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക, കേരളത്തിൽ തൊഴിൽ ദിനങ്ങൾ ഉയർത്തുക, ഭൂവികസന പ്രവർത്തികൾക്കുള്ള വിലക്ക് നീക്കുക, കാർഷിക മേഖലയെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, പ്രതിദിന വേതനം 600 രൂപയാക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, വേതനം കുടിശ്ശികയാക്കാതെ യഥാസമയം വിതരണം ചെയ്യുക, മേറ്റുമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ എടപ്പാൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ച് CPIM എടപ്പാൾ ഏരിയ സെക്രട്ടറി T സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സമരത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട ലക്ഷ്മിജി ജീവിതത്തിലെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യന്റെ ഭാഷയിലാണ് അവരിവിടെ സംസാരിച്ചത്. നമ്മുടെ കാലാവസ്ഥ നമുക്കറിയാം, കാലം തെറ്റി പെയ്യുന്ന മഴയാണെങ്കിൽ മഴയാണ്, വെയിലാണെങ്കിൽ വലിയ ചൂടുമാണ്. അതുകൊണ്ട് തന്നെ ഈ ചൂടുള്ള സമയത്ത് വളരെ വിശദമായി ഞാനിത് പറയുന്നില്ല. ഈ സമരം എന്തിനാണെന്നത് സമരത്തിൽ വന്നയാളുകൾക്കറിയാം, ഈ സമരത്തെ വീക്ഷിക്കുന്നവർക്കും അറിയാം. ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സമരം എന്ന് പറയുന്നത് ഒരു സൂചനയായി കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ സംഘടിതമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ സമരശേഷിയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. NREG വർക്കേഴ്സ് യൂണിയൻ എടപ്പാൾ ഏരിയ പ്രസിഡന്റ് K ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. CPIM വട്ടംകുളം ലോക്കൽ സെക്രട്ടറി MA നവാബ്, എടപ്പാൾ ലോക്കൽ സെക്രട്ടറി K വിജയൻ എന്നിവർ പ്രസംഗിച്ചു. CS പ്രസന്ന, PV ലീല, ബിജു കുണ്ടയാർ, മാധവൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K പ്രഭാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കല്ലാട്ടിൽ വേലായുധൻ നന്ദി പറഞ്ഞു. പൊന്നാനി ബ്ലോക്ക് ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് എടപ്പാൾ. See